അല്ലാതെ 5 പേർക്ക് പോയി താമസിക്കാം. ഫുഡ് വന്ന് വിത്തൗട്ടാണ്. ഇത് ഈ ഫൈബർ ബോട്ടിൽ കൊണ്ടുപോകും. ഇതില് അതില് 5 പേരാണ് അലോഡ്. 5 പേരുണ്ടെങ്കിൽ കൊണ്ടുപോകും. 6 പേര് എക്സ്ട്രാ ആളുണ്ടെങ്കിൽ കൊണ്ടുപോകില്ല. അങ്ങനെ 5 പേരാണ് അലോഡ്. അതല്ലാണ്ട് റോ ചെയ്യുന്നവർ ഒരു 5 പേരുണ്ടാവും. അങ്ങനെ ഭക്ഷണം നമുക്ക് ഇവിടെ തിങ്സ് ഒക്കെ വാങ്ങിച്ചു പോയി അവിടെ കുക്ക് ചെയ്യാൻ പറ്റും. വൈകുന്നേരം ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റും അവിടെ കഴിക്കാം. പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഒരു 9 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് വരും. അങ്ങനെ അതാണ് വീട്ടിക്കുന്ന് ഐലൻഡ് പറമ്പിക്കുളത്ത്. 4 കിലോമീറ്റർ ഉണ്ട് കേട്ടാ. നമ്മൾ നോക്കുമ്പോൾ വളരെ അടുത്ത് 4 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അതേപോലെ വെള്ളം അതുവരെ നിൽക്കും. ഡാമിന്റെ വെള്ളം ഇപ്പൊ വെള്ളം കുറഞ്ഞു വരാണ്. വേനൽക്കാലത്ത് ഇനിയും വെള്ളം അവിടെ പോവും. പിന്നെ ഐലൻഡിൽ കയറില്ല. അപ്പോഴേക്ക് ഡാം തുറക്കും. വെള്ളം ഡാമിന്റെ ലെവൽ കോഡ് വരുമ്പോ തന്നെ തുറക്കും. അങ്ങനെ പിന്നെ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ പോകുന്ന സമയത്ത് എന്തെങ്കിലും മൃഗത്തിനെ കാണും. പക്ഷെ ഈ വെള്ളം മറ്റി കഴിഞ്ഞാൽ ഫോറസ്റ്റിനകത്ത് ഇപ്പൊ ട്രൈ ചെയ്തല്ലേ കുടിക്കാൻ വെള്ളം തിന്നാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തുള്ള ഭാഗത്ത് ചെറിയ ചെറിയ ദ്വീപുകളുണ്ടാവും. വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ദ്വീപുകളുണ്ട്. ആ ദ്വീപില് ആനകൾ വന്ന് 1 ദിവസം 2 ദിവസമൊക്കെ നിൽക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ മൃഗത്തിനെ കാണാൻ പറ്റും. അപ്പൊ അതേപോലെ അത് ആ കാണുന്ന മല അതാണ് വാൾപ്പാറ. ഇതാ കാണുന്നത് ആ മല. വാൾപ്പാറ സോളാർ ഡാമെന്ന് വെള്ളം കൊണ്ടുവരില്ല. അവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒളിച്ചിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് പവർ എടുത്ത് തിരിച്ചങ്ങോട്ട് വാൾപ്പാറയ്ക്ക് കൊണ്ടുപോകും. ഇതാ കാണുന്നത് വെട്ടുവായ് പോലെ അവർക്ക് മരം കൂട്ടായിട്ട് കാണില്ല. അതാണ് ഗ്യാപ്പ്. അതാണ് വാൾപ്പാറ ആ സൈഡ്. പോകാൻ പറ്റും. റോഡൊന്നുമില്ല. ഇവിടെ മറ്റേ പൂപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പൂപ്പാറ പറമ്പിക്കുളത്ത് പ്രത്യേകിച്ച് അവിടെ മൂന്നാർ വേറെ ഇത് വേറെ. അവിടെ അത് വരെ ഫോറസ്റ്റിന് വണ്ടി പോകും. അതിന്റെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ വാൾപ്പാറ പോവുകയാണെങ്കിൽ നടന്നു പോകണം 8 കിലോമീറ്റർ. അപ്പുറത്ത് പോയാൽ വാൾപ്പാറ എത്താൻ പറ്റും. മങ്കിഫാൾസ് അത് വാൾപ്പാറ മറ്റേ ആ ഭാഗത്ത്. അങ്ങനെ നമുക്ക് ഡാം കണ്ട തിരിക്കാം, ചായ കുടിക്കാം. അങ്ങനെ അത്രേ ഉള്ളൂ. വാൾപ്പാറ ശരിക്കും പറഞ്ഞാൽ ഇതാണ് വാൾപ്പാറ. വാൾപ്പാറയിന് ചാലക്കുടി ബസ് പോകണ്ടേ? ചാലക്കുടി ബസ് ഈ മലയിന്റെ അപ്പുറത്താണ്. ഈ മലയിന്റെ അപ്പുറത്ത്. അങ്ങനെ ഈ മലക്കൂട് ഇല്ലല്ല, ഈ മലന്റെ ആ മല അപ്പുറത്ത് ബാക്കിൽ നമുക്ക് ഡാം കാണാം. പറമ്പിക്കുളം ഡാമാണ് ഏറ്റവും വെള്ളത്തിന്റെ പരപ്പളവ് 89 ചതുര മൈലാണ്. 89 ചതുര മൈൽ വെള്ളം ഓവർഫ്ലോയി നിൽക്കുന്ന സമയത്ത് 172 അടി വെള്ളം. ഡാമിന്റെ വെള്ളം ഓവർഫ്ലോയി നിൽക്കുന്ന സമയത്ത് 172 അടി വെള്ളം. ശരിക്കും ഡാം 240 അടി. പറമ്പിക്കുളം ഡാം അണക്കെട്ട് ചെറുതാണ്. വെള്ളത്തിന്റെ പരപ്പളവ് 89 ചതുര മൈൽ. ഇതാണ് പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ട് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടില്ല തൂനക്കടവ്, അത് ചെറിയ ഡാമാണ്. ഇതാണ് പറമ്പിക്കുളം ഡാം ശരിക്കും പറഞ്ഞത്. ഇതാണ് പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ട്. അങ്ങനെ ഈ വെള്ളം 2022 ഷട്ടർ പൊട്ടി എന്ന് പറഞ്ഞില്ലേ? നമ്മൾ സാധാരണ 2022 ഡാമിന്റെ വെള്ളം ഓവർഫ്ലോ ആയപ്പോൾ രാത്രി 1 മണിക്ക് ഡാം ഷട്ടർ പൊട്ടിയതാണ്. പൊട്ടിയിട്ട് ആ രാത്രി സംഭവിച്ചത് കൊണ്ട് ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അത് പകൽ സമയത്താണെങ്കിൽ ആർക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. രാത്രി 1 മണിക്കാണ് പൊട്ടിയത്. അങ്ങനെ 2022 ഡാമിന്റെ ഷട്ടർ പൊട്ടി. ആ ഷട്ടറിന്റെ ലെവൽ വരെ താഴ്ന്ന സ്ഥലത്ത് വരെ വെള്ളം കംപ്ലീറ്റ് വെറും വെള്ളം വേസ്റ്റ് ആയിട്ട് അതിരപ്പള്ളി പാളിച്ച് ചാലക്കുടി കൊച്ചി കടലിൽ പോയി. 2023 മഴ കുറവ്. 2024 വെള്ളം ഓവർഫ്ലോ ആയി. 2024 വെള്ളം ഓവർഫ്ലോ ആയി 4 പ്രാവശ്യം ഓപ്പൺ ചെയ്ത് വെള്ളം വേസ്റ്റ് ആയി തുറന്നു. അങ്ങനെ ക്ലോസ് ചെയ്താണ്. അങ്ങനെ ഇപ്പോഴാണ് ഈ ഭാഗത്ത് ടണൽ എന്ന് പറഞ്ഞില്ല ഞാൻ, ആ ഡാമെന്ന് ആ ഭാഗത്താണ് ടണല്. പക്ഷെ അത് കാണാൻ പറ്റില്ല. കുറച്ച് അങ്ങോട്ട് പോയാൽ മാത്രം അത് ആ ടണൽ കാണാൻ പറ്റും. ടണൽ എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ട്, ടണലിന്റെ മതില്. ആ മതില് കാണാൻ പറ്റും. അങ്ങനെ പോലെ ഇത് കാമറാജ് കാലത്ത് 1962 കെട്ടാൻ തുടങ്ങി 67 ഓപ്പൺ ആണ്. കാമറാജ് കാലത്താണ് ഈ ഡാം കെട്ടിയത്. ഈ പറമ്പിക്കുളം ഡാം എന്ന് പറഞ്ഞാൽ റോഡ് ശരിക്ക് നമുക്ക് ഡാം കെട്ടാൻ വേണ്ടിയിട്ടാണ് പറമ്പിക്കുളം റോഡ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ റോഡില്ല. എവിടേക്ക്? തമിഴ്നാട്ടിലേക്കാണ് വെള്ളം പോകുന്നത്. നമ്മുടെ കേരളത്തിൽ തുറന്നോട്ട് വേസ്റ്റ് ആയിട്ട് പോകും.